നീ എന്തോന്നും മിണ്ടാത്തെ? ഞാൻ ഗസ് ചെയ്തത് ശരിയാന്ന് തോന്നുന്നു. അതെ, പക്ഷെ ഈ സ്ട്രെസ് എന്തുകൊണ്ടായിരിക്കും? അത് മനസ്സിലായില്ല, അത്ര തന്നെ. വർക്ക് പ്രഷറാ? ക്യാഷിന്റെ കാര്യമാണോ? അതും അല്ലെങ്കിൽ ഇത് ഉറപ്പായിട്ടും വേദാന്തേട്ടന്റെ കാര്യ. ഏത് സ്വിച്ച് ഇട്ടാ ഏത് ലൈറ്റ് ഓൺ ആകുമെന്ന് എനിക്കറിഞ്ഞൂടെ. എനിക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ട്. വീട് എന്താ നിനക്ക് മനസ്സിലായേ? നീ ഉള്ള ധൈര്യമൊക്കെ ചേർത്ത് വെച്ചിട്ട് വേദാന്തേട്ടന്റെ അടുത്ത് ഐ ലവ് യു പറഞ്ഞിട്ടുണ്ടാവും. അവരത് മര്യാദയ്ക്ക് കേട്ടിട്ട് കൂടി ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇതെല്ലാം സില്ലാന്ന് വിചാരിച്ച് റിജക്ട് ചെയ്തിട്ടുണ്ടാവും. നീ ഇതൊക്കെ ഫീൽ ചെയ്ത് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് കാണിക്കുന്നു. കണ്ണൻചേട്ടൻ എന്തായാലും എന്നെ പോലെയാ. നിങ്ങളുടെ കൂടെ പാർട്ടിക്ക് കറങ്ങാനൊന്നും വരില്ല. അതുകൊണ്ട് ഞാനും അവനും കൂടി ചേർന്നിട്ട് എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കണ്ടുപിടിക്കും. എത്ര ദിവസം കഴിഞ്ഞിട്ടളിയാ ഇതുപോലൊരു ചാൻസ് കിട്ടുന്നേ. എന്റെ ബാച്ചിലർ പാർട്ടി കഴിഞ്ഞതിന് ശേഷം ബോയ്സ് എല്ലാം ഇങ്ങനെ ഒരുമിച്ചിരുന്നിട്ട് വെള്ളമൊടിക്കാനുള്ള അവസരം കിട്ടിയില്ല. ഒരുമാതിരി പഴയ ബ്രെഡ് പോലത്തെ അവസ്ഥയാ ഇപ്പൊ ജീവിതം. കൂടുതൽ പറക്കാൻ നിൽക്കണ്ട ആളിയാ, നമ്മുടെയൊക്കെ കല്യാണം കഴിഞ്ഞതാ. നിങ്ങൾക്കൊരു കുഞ്ഞുവാവ ഓൺ ദ വേ ആളിയാ. സോ കല്യാണം കഴിഞ്ഞെന്ന് ഇങ്ങനെ എടുത്തു പറയേണ്ട കാര്യമില്ല. ഐ ആം സ്റ്റിൽ ഫ്രീ ബേർഡ്. ജസ്റ്റ് ഒന്ന് കല്യാണം കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഓ, അമൂല്യ മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ. എന്താ അയച്ചേ? എന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് നമ്മുടെ കണ്ണനുണ്ടല്ലോ എന്ന് വെച്ചാ ധ്രുവയെ വിളിക്കണോന്ന്. വേദാന്തിനെയും ധ്രുവയെയും ഒന്നാക്കാൻ പറ്റിയ ഒരു ചാൻസ് ആണെന്ന് അവള് പറയുന്നത്. കൊള്ളാം. ഗുഡ് മോർണിംഗ് കള്ളച്ചെറുക്ക എന്നോ? ഇത്രയും ദിവസം ഫോണൊക്കെ സുമേഷ നോക്കിക്കൊണ്ടിരുന്നത്. ഞാൻ ഫോൺ യൂസ് ചെയ്യുന്നത് കുറവായിരുന്നു. പക്ഷെ ഇനി തൊട്ട് അങ്ങനെയൊന്നും പറ്റില്ല. എന്താന്ന് വെച്ചാ എനിക്കും ഇപ്പൊ ഒരു ഗേൾഫ്രണ്ട് ആയില്ലേ. ഐ നീഡ് ടു സ്പെൻഡ് സം ടൈം വിത്ത് ഹർ. ഗുഡ് മോർണിംഗ് റൗഡി ബേബി. ഈ വേദാന്ത് മേനോനും അങ്ങനെ ഒരു ഗേൾഫ്രണ്ട് ആയി. റൗഡി കൊച്ചു പറയുന്നത് ഏതാണ്ട് കറക്റ്റ് ആണ് അളിയാ. ആക്ച്വലി ഈ ഐഡിയ ഞാനാണ് തരേണ്ടിയിരുന്നത്. പക്ഷേ ചേട്ടന് ധ്രുവയെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ദേഷ്യം വരുന്നുള്ള വിഷയം ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ ഇങ്ങനൊരു ആംഗിളില് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. നീ പറഞ്ഞത് കറക്റ്റ് ആളിയാ. പക്ഷെ വേദാന്തിന്റെ സ്വഭാവം എന്താണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ അത്? വേദാന്ത് മേനോനെ പറ്റിയാണല്ലോ രാവിലെ തന്നെ ഡിസ്കഷൻ. എന്തു പറ്റി? അത് ബിസിനസ് കാര്യം സംസാരിക്കായിരുന്നു വേദാന്ത്. അത് ഡെഡ് ലൈൻ മീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റ് വേദാന്തിനെ പറ്റി അറിയാലോ എന്നാ പറഞ്ഞത്. അത്രേ ഉള്ളൂ. കമോൺ സിദ്ധാർത്ഥ്, നിങ്ങൾ വിചാരിക്കുന്ന അത്ര മോശക്കാരനല്ല ഞാൻ. വിക്രാന്ത്, ഒരു പ്രോപ്പർട്ടിയുടെ പേയ്മെന്റ് ബാക്കിയുണ്ട്. ബിൽഡേഴ്സിന്റെ നെക്സ്റ്റ് വീക്ക് കാണാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അവർക്ക് മോഡ് ഓഫ് പേയ്മെന്റ് ക്യാഷ് ആയിട്ട് തന്നെ വേണം. ഇതിൽ 50 lakhs ഉണ്ട്. നീ ഇത് സേഫായി വെക്കേ. ശരിയേട്ടാ. ഓക്കെ. വേദാന്ത്, അത് പിന്നെ പാർട്ടിക്ക് ഒരാളെ വിളിക്കണമെന്നുണ്ടായിരുന്നു. അതിന് നിന്റെ പെർമിഷൻ ചോദിക്കാനാ. ആരെയാ? നമ്മുടെ സുമേഷിനെ. ഓ പാവം, അവന് വിളിക്കേ. എന്ത് പരിപാടിയാ നീ ചെയ്തേ? നമ്മൾ പ്ലാൻ ചെയ്തത് ധ്രുവയ്ക്ക് വേണ്ടിയല്ലേ. നീ ഇപ്പൊ എന്തിനാ ഇവിടെ സുമേഷിന്റെ കാര്യം പറഞ്ഞേ? നിന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ ഞാൻ തന്നെ പറയില്ലായിരുന്നോ? ധ്രുവയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞ് ഇവിടെ ഭയങ്കര പ്രശ്നമാവേ. അവന്റെ ദേഷ്യം എന്താന്ന് ഇപ്പോഴും അളിയന് കറക്റ്റായിട്ട് അറിയില്ല. നീയും വില്ലനാവണ്ടെന്ന് വിചാരിച്ചിട്ടാ ഞാൻ അപ്പൊ തന്നെ ബ്ലോക്ക് ചെയ്തത്. ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ ഫോഴ്സ് ചെയ്ത് കൊണ്ടുവന്നു. പക്ഷെ ചേട്ടന്റെ ദേഷ്യം കുറയില്ല. എന്നെ കണ്ട
അവൻ എന്താ ചെയ്യാൻ പോകുന്നുള്ള എന്തെങ്കിലും ഐഡിയ നിങ്ങൾക്കുണ്ടോ? എന്തിനാ ഇത്രയും നെഗറ്റീവായിട്ടൊക്കെ ചിന്തിക്കുന്നേ? ഇത്രയും മടിക്കേണ്ട ഒരാവശ്യമില്ലെന്നാ എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങളുടെ വീടല്ലേ? ഇത് എന്റെ വീടായിരുന്നു, അത്ര. ചേട്ടൻ സ്ഥലം തരില്ലെന്ന് പറഞ്ഞതിന് ശേഷം ഇത് എന്റെ വീടല്ല. ഞാൻ ഇതിനെ എന്റെ വീടായിട്ട് കാണില്ല. മനസ്സിൽ നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ ചേട്ടനോട് ഒരു കുന്നോളം സ്നേഹമുണ്ട്. അവൻ നിങ്ങളെ സ്വീകരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതെ, അങ്ങനെയുള്ള എന്റെ ചേട്ടനെ എനിക്ക് എങ്ങനെ അകറ്റി നിർത്താൻ സാധിക്കും? അതുകൊണ്ടാ കണ്ണൻ ചേട്ടാ ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്. ഒരുപാട് അകന്നു നിന്നാ മനസ്സും അകലൂന്നാ പറയാ. നടക്കോ ഇല്ലയോ എന്നുള്ളത് ആലോചിക്കാതെ നമ്മൾ ശ്രമിക്കണം. അതങ്ങനെയല്ല അമൂല്യ. നോക്ക് കണ്ണൻ ചേട്ടാ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. അത് നിങ്ങൾക്ക് ചിലപ്പോ ഫിലോസഫി ആയിട്ടൊക്കെ തോന്നാം, പക്ഷെ അത് ഞാൻ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾസാ. ലോകത്തിൽ എത്ര കോടി ആളുകളുണ്ട്, അതിൽ എത്ര പേരെ നിങ്ങൾക്ക് പരിചയമുണ്ട്? വളരെ കുറച്ച്. പോട്ടെ, നമ്മൾ എത്ര ആളുകളോട് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്? അത് നോക്കിയാ പിന്നെയും കുറവാ. ഇത്രയും വലിയൊരു ലോകത്തില് നമ്മൾ ജീവിക്കുന്നത് ചെറിയൊരു സർക്കിളിലാ. ആ സർക്കിളിന്റെ ഉള്ളില് നമ്മൾ നമ്മുടെ ഫാമിലിയെ വിട്ട് മറ്റുള്ളവരുമായി ചെലവഴിക്കുന്നത് വളരെ കുറച്ച് സമയം. അവസാനം നമ്മൾ എന്തൊക്കെ നേടിയാലും ഏതുയരത്തിലെത്തിയാലും നമ്മുടെ വിജയത്തില് നമ്മുടെ വീട്ടുകാർ സന്തോഷിക്കുന്ന സമയത്തല്ലേ നമുക്ക് സമാധാനം കിട്ടുക. അച്ഛൻ എപ്പോഴും ഒരു കാര്യം പറയാറുണ്ട്, വീട്ടിലുള്ളവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിച്ച പ്രശ്നം തീർക്കണമെന്ന്. അപ്പൊ ഗ്യാപ്പും ഉണ്ടാവില്ല, ബന്ധങ്ങൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല. നിങ്ങൾക്കും അത് ചെയ്യായിരുന്നു, പക്ഷേ അപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയില്ലല്ലോ. പാവപ്പെട്ടവർ ചെറിയ വീട് വെക്കും, പണക്കാരാണെങ്കിലോ വലിയ കൊട്ടാരം പോലുള്ള വീട് പണിയും. എല്ലാവരുടെ കഷ്ടപ്പാടിന്റെ അവസാന ലക്ഷ്യം ഒരു വീടാ ചേട്ടാ. ഞാൻ നിന്നെ ആദ്യമായിട്ട് കണ്ടപ്പോ വിചാരിച്ചായിരുന്നു എനിക്ക് നിന്നെ പോലെ സിമ്പിൾ ആയിട്ടുള്ള പാവ ഒരു കുട്ടിയെ മതിയെന്ന്. എന്ത് രസമൊന്ന് കാണാൻ. എന്തായാലും നീ ഞങ്ങളുടെ കൂടെ പാർട്ടിക്ക് വേണമായിരുന്നു. എനിക്കും അത്ര തന്നെ. നിങ്ങളിങ്ങനെ പ്രശ്നമില്ലാത്ത രീതിയിൽ കള്ളത്തരങ്ങള് സ്വീറ്റ് ആയിട്ട് സത്യം പോലെ പറയാറില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ പാർട്ടിയിലുണ്ടെങ്കിൽ അത് വിക്കിക്ക് ഇഷ്ടാവില്ല എന്ന് എനിക്ക് നല്ല പോലെ അറിയായിരുന്നു. ഞാനും ഏട്ടത്തി എപ്പോഴാ പുറത്തേക്ക് പോണേന്നും നിങ്ങൾ രണ്ടുപേരും എത്രയും പെട്ടെന്ന് പാർട്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കാന്നും എനിക്ക് നല്ല പോലെ അറിയാൻ വിക്കി. ഒരു മിനിറ്റ്. അയ്യോ, ഇതെന്താ? എന്റെ സ്വന്തം ഭാഗ്യത്തിന് എന്തെങ്കിലും ഒന്ന് ഞാൻ കൈ തരണ്ടേ? ഇതിൽ 50 ലക്ഷമുണ്ട്, സേഫായിട്ട് വെക്ക്. ഇത്രയും കാശോ? ഇതെന്തിനാ എന്റെ അടുക്ക തരുന്നത്? വേണ്ട വേണ്ട, ഇത് ഏട്ടത്തിയുടെ കയ്യിൽ കൊടുക്കുന്നതാ നല്ലത്. അവരാകുമ്പോ സൂക്ഷിച്ചു വെച്ചോളും, അതാ സേഫ്. അതാണ് സേഫ് എന്ന് വെച്ചാ എന്താ നിനക്ക് ഈ 50 ലക്ഷം കട്ടുകൊണ്ടുപോകാൻ പ്ലാൻ ഉണ്ടോ? അല്ല, അന്ന് പ്രസാദത്തിന്റെ കൂടെ കുങ്കുമം മഞ്ഞളും വെച്ചപ്പോ 100 രൂപ വാങ്ങാനായിട്ട് നീ എന്തോരം നിന്ന് ആലോചിച്ചതാ. അങ്ങനെ ഇരിക്കുമ്പോ ഇത്രയും വലിയ എമൗണ്ട് സേഫായിട്ട് നീ വെക്കില്ലേ? അതൊന്നും അങ്ങനെയല്ല വിക്കി. എനിക്ക് ചേട്ടനെ ഈ സേഫ് തന്നെ. എനിക്ക് എത്രത്തോളം ഉത്തരവാദിത്വം ഉണ്ടോ ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോന്ന് അറിയില്ല. അതൊന്നും പോരാഞ്ഞിട്ട് ആദ്യം ഇപ്പൊ പ്രഗ്നന്റാ. വെറുതെ അവൾക്ക് ഈ സമയത്ത് ടെൻഷനൊക്കെ കൊടുക്കണം. സോ ഈ സേഫ് നീ സേഫ് ആയിട്ട് തന്നെ വെക്കണം. ഓക്കെ? വിക്കിക്ക് അത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണെങ്കിൽ ഞാൻ എടുത്തു വെക്കാം. മനുഷ്യന് മൃഗങ്ങളെ പോലെ കാട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ഇങ്ങനെയൊക്കെ ചെറിയ റിസ്ക് എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ വീട്ടിലേക്ക് കയറാനേ പറ്റില്ല. ഞാൻ ചേട്ടനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ചെല്ല് കണ്ണൻ ചേട്ടാ. നമ്മളെപ്പോഴും സക്സസിലേക്ക് വെക്കുന്ന ആദ്യത്തെ പടി നല്ല കഷ്ടപ്പാടുള്ളതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ധൈര്യത്തോടെ അകത്തേക്ക് കയറി ചെല്ല്. കൈ അടിക്കട്ടെ. എടി മുതുക്കി 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 നിനക്ക് പേര് വെച്ചതിന് ഇപ്പൊ ഒരർത്ഥം ഉണ്ടായി. വലിയ ആൾക്കാരെ പോലെയല്ലേ പ്രസംഗിച്ചത്. ഞാൻ തന്നെ ഇംപ്രസ്ഡ് ആയി. വലിയ ബുദ്ധിയുണ്ടെന്നൊക്കെ പറയുന്ന ഈ കാട്ടുപോത്തിനും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.
നിങ്ങൾ ചോദിക്കുന്നത് ചേട്ടന്റെ സ്നേഹം മാത്രം, പിന്നെ ചേട്ടന്റെ ഹൃദയത്തിൽ ഒരു സ്ഥാനവും. അത് സ്വാർത്ഥതയല്ല, അതിലൊരു തെറ്റുമില്ല. കഷ്ടപ്പെടാതെ ഒരു ബലവും കിട്ടാൻ പോകുന്നില്ല. ചേട്ടൻ ചെല്ല്. ഇവിടെ വരെ വന്നിട്ട് കയറിയില്ലെങ്കിൽ ഞങ്ങൾ വിടുവോ? ഡോണ്ട് വറി മുതുക്കി, വിളിച്ചോണ്ട് വരുന്ന കാര്യം ഞാൻ ഏറ്റു. നിങ്ങളോ? എനിക്ക് ചെറിയൊരു ജോലിയുണ്ട്, ഞാൻ അത് കഴിഞ്ഞിട്ട് വന്നേക്കാം. വന്നേ. ഈ സമയമാകുമ്പോഴേക്കും വരേണ്ടതാണല്ലോ. ഇവർ റൊമാൻറ്റിക് ആവുകയാണെങ്കിൽ ചൈനയ്ക്ക് ബുദ്ധിയും വരും, പാകിസ്ഥാൻ നന്നാവുകയും ചെയ്യും. ദൈവമേ, എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. I missed you so much. I love you, Amulya. I love you too, Vedant. അയ്യോ, ഇന്ന് എന്റെ കണ്ണടിച്ചു പോകും. തീയും കാറ്റും റോഡിൽ ഹഗ് ചെയ്യുന്ന സീൻ കണ്ടിട്ട് മരിക്കണമെന്നാ ഞാൻ വിചാരിച്ചത്. ഇന്ന് അതും നടന്നു. ഇനി ഈ സന്തോഷത്തിൽ ഞാനെങ്ങാനും മരിച്ചു പോവോ? അയ്യോ, ബോസും മേഡവും ഇൻ ലവ്. അല്ല, ലാസ്റ്റ് ടൈം ഇവരെ കണ്ടപ്പോ റോഡിൽ വെള്ളത്തിന് വേണ്ടി അടിപിടി ഉണ്ടാക്കുന്നത് പോലെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാ ഇപ്പോ റോഡാണെന്ന് പോലും നോക്കാതെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണല്ലോ. എപ്പോഴാ ആർക്കാ എന്താ സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. സോറി, കളിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്തിട്ട് 2 ദിവസം മീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. നിന്റെ ഈ മുഖം ഒന്ന് കാണാൻ ഞാനും കാത്തിരുന്നു. 2 ദിവസമല്ല, 2 വർഷം വേണമെങ്കിലും ഞാൻ കാത്തിരിക്കും. എന്തോ വല്ലാത്തൊരു സമാധാനം. മാറ്റം ഒന്ന് മാത്രമാണ് ശാശ്വതം എന്നത് ഫിക്സായി. പെൺകുട്ടികളെന്ന് പറഞ്ഞാലേ ദേഷ്യം കാണിച്ചുകൊണ്ടിരുന്നിരുന്ന എന്റെ ബോസ്, അതായത് ഒരു പെൺകുട്ടിക്ക് പോലും ജോലി കൊടുക്കാത്ത എന്റെ ബോസ്, അത് മാത്രമല്ല അമൂല്യ മേഡത്തിന്റെ പേര് കേട്ടാൽ പോലും നിന്നടത്ത് നിന്ന് തുള്ളുന്ന എന്റെ ബോസ്, അവൾ എന്റെ ആ ജന്മ ശത്രുവാണെന്ന് ബിൽഡപ്പ് തന്നുകൊണ്ടിരുന്ന ബോസ്, ഇന്ന് ലവിൽ വീഴുന്നു. അതും അമൂല്യ മേഡത്തിനെ തന്നെ ലവ് ചെയ്യുന്നു. ഹാർട്ടില് പെൺകുട്ടികൾക്കിടവില്ലാത്ത ബോസിനെ പോലുള്ള ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾ വീഴുമെങ്കിൽ അപ്പോ മീനാക്ഷി എനിക്ക് വീഴില്ലേ? ഈ ദൃശ്യം എന്റെ ഇൻസ്പിറേഷൻ ആയിട്ട് വെക്കുക. സുമേഷേ, യു ക്യാൻ ഡു ഇറ്റ്. പ്രേമത്തിനുള്ള പവറാണിത്. ഈ പ്രേമം ഇങ്ങനെയൊക്കെയെന്ന് എനിക്ക് അറിയേയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ നേരത്തെ തന്നെ എന്നെ ലവ് ചെയ്യുമായിരുന്നോ? ഒരുപക്ഷെ ഞാൻ നിന്നെ മുൻപേ കണ്ടിരുന്നുവെങ്കിൽ തീർച്ചയായും ഞാൻ പ്രേമിക്കുമായിരുന്നു. എന്താന്ന് വെച്ചാ എന്റെ ഈ മാറ്റത്തിന് നീയല്ലേ കാരണം.
നീ എന്നെ ചീത്തയാക്കി കളഞ്ഞില്ലേ? നിന്നെ മാറ്റാൻ നോക്കി ഞാനും ഇപ്പൊ ചീത്തയായി. ആക്ച്വലി ഇപ്പോഴാ നമ്മൾ രണ്ടും ശരിയായത്. ശരിക്കുള്ള സ്നേഹം ആരെയും ചീത്തയാക്കില്ല. നമ്മളെ അത് നന്നാക്കിയിട്ടേ ഉള്ളൂ. ചാൻസേ ഇല്ല. ഇതുപോലത്തെ ഒരു വലിയ സിറ്റുവേഷൻ ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് കണ്ടാൽ എനിക്ക് ഉറപ്പായിട്ടും മെന്റലായി പോകും. ഇവരുടെ രണ്ടുപേരുടെ ലവ് സ്റ്റോറി ഇപ്പൊ തന്നെ ആരോടെങ്കിലും ഒക്കെ വിളിച്ച് പറയണം, ഇല്ലെങ്കിൽ എനിക്ക് സമാധാനം ആവില്ല. നോക്കി നിങ്ങൾ, ഞങ്ങൾ റെഡി ആയിട്ടുള്ള പ്രോമിസ് ചെയ്ത പോലെ തന്നെ നിങ്ങൾ ചോദിച്ച ഫ്രീഡം തന്നിട്ട് തന്നെയാ ഞങ്ങൾ പോകുന്നത്. ഇനി എങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്നതിന് മുമ്പ് ഈ വീട് നിങ്ങൾ ആരും തിരിച്ചു വെക്കരുത്, കേട്ടല്ലോ? ഈ കാട്ടുപോത്ത് എന്തിനാ ഇങ്ങനെ കാണിക്കുന്നേ? ഇവനെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? എന്തെങ്കിലും എമർജൻസി ഉണ്ടാവോ? ശരിക്കും നിനക്ക് ഇങ്ങനെ ചുമ്മാ ആടാതെ. ഞാൻ പറഞ്ഞതൊക്കെ കേട്ടല്ലോ അല്ലേ സിദ്ധാർത്ഥ്? ഞാൻ ഉറപ്പായിട്ടും കേട്ടു. ഐ മിസ് യു. അളിയന് സെയിം ഫീലിംഗ് ആണല്ലേ? നീ എന്തിനെ പറ്റിയാ സംസാരിക്കുന്നത്? പിന്നെ എന്തിനെ പറ്റി അളിയാ? നമ്മളിപ്പോ നമ്മുടെ ഭാര്യമാരെ വിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവല്ലേ? ബോത്ത് ആർ മിസ്സിംഗ്. ഇവര് രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നല്ലേ? എന്റെ അളിയ, ഞാനും കുറെ പ്രാവശ്യം പറഞ്ഞു. ബട്ട് ഓൾറെഡി പ്ലാൻ ആയി. ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു നിന്റെ അനിയത്തി. എന്റെ കൺസേൺ അവൾക്ക് മനസ്സിലായില്ല. ഇതൊക്കെ കുറച്ച് ഓവറായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ സിദ്ധാർത്ഥ്? വന്നവരെ പറ്റി ആലോചിക്കണ്ട. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവര് കേട്ട് കഴിഞ്ഞാ പക്ക ഡ്രാമയാണെന്ന് ആർക്കാ മനസ്സിലാവാത്ത? നിങ്ങൾക്ക് കുറച്ച് ഓവർ ആക്ടിംഗ് ആയിട്ട് തോന്നിയല്ലേ? ലിറ്റിൽ ബിറ്റ് അല്ല, ഡബിൾ ഡോസ് ഓവറായി എന്നാ പറഞ്ഞേ. എൻജോയ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞ് നിങ്ങളുടെ ലിമിറ്റ് ഒന്നും ഓവറാക്കാൻ നിൽക്കരുത്. അവസാനം അച്ഛനും അമ്മയും മുത്തശ്ശിയൊക്കെ വരുന്നതിനുള്ളില് നിങ്ങളെല്ലാവരും അവിടെ ഇവിടെയും ചടഞ്ഞുകൂടി ഇരിക്കുന്നെങ്ങാനും കണ്ട നിങ്ങളുടെ കാര്യം പോക്കാം. ശരി ശരി, യു ടേക്ക് കെയർ. ഓക്കെ, ഞങ്ങളെ പറ്റിയൊന്നും ഓർക്കണ്ട. ഇവിടെ ധ്രുവയുണ്ടല്ലോ, വിൽ ഹാവ് ഫൺ. ചേട്ടാ എല്ലാം ഓക്കെയാണ്. പക്ഷെ കണ്ണേട്ടൻ വരുന്ന കാര്യം ഞാനോ ഏട്ടത്തിയോ ആരെങ്കിലും ചെന്ന് ചേട്ടനോട് പറയണ്ടേ? കണ്ണേട്ടൻ വരുന്ന കാര്യം ചേട്ടന് അറിയാവുന്നതാണോ? എല്ലാം അറിയാന്നേ. നിങ്ങൾ പോയിട്ട് വാ. ഒരിടത്തേക്ക് ഇറങ്ങുന്നല്ലേ, വൈകരുത്. ഓക്കെ, ശ്രദ്ധിക്കണേ. നീയും സൂക്ഷിക്കണേ. ചേച്ചി, ഏട്ടത്തി, നിങ്ങളെ രണ്ടുപേരെയും ചേട്ടന്മാർ എത്ര നന്നായിട്ടാ സ്നേഹിക്കുന്നത്. ചെയ്യും. ഇന്നത്തെ ദിവസം കൂടുതൽ ചെയ്യും. എന്താന്ന് വെച്ചാൽ നമ്മളിവിടുന്ന് പോണമല്ലോ. ഇതൊന്നും എനിക്ക് മനസ്സിലല്ല. വാ പോവാം. പോട്ടെ വിളിച്ചേട്ടാ, പോട്ടെ സിദ്ധാർത്ഥേട്ടാ. ആ, വേഗം പോയി പയ്യെ വന്നാ മതി. വാ. ധ്രുവ, ഫീൽ ഫ്രീ. സമാധാനമായിട്ടിരിക്കും. ഞാൻ പോയിട്ട് വിക്കിനെ വിളിച്ചിട്ട് വരാം. ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഓക്കെ അളിയ, ഞാൻ ഇറങ്ങാ. നീ എന്താ പറയുന്നത് ധ്രുവ? ഇനിയൊന്നും തുടങ്ങിയിട്ടില്ല. കുറച്ചു നേരം കഴിഞ്ഞ എന്റെ ബർത്ത്ഡേയാ. എന്റെ ബർത്ത്ഡേക്ക് നീയും ഉണ്ടാവണം. നീ ഇങ്ങനെയുള്ള പ്രോഗ്രാമിനൊന്നും വരാറില്ലല്ലോ. ഞാൻ ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നീ ഞാൻ പറയുന്നത് കേട്ടാ മതി. മനസ്സിലായോ? എനിക്ക് നിന്നെ പറ്റി മനസ്സിലാവും, നിനക്ക് ഞങ്ങളെ പറ്റി മനസ്സിലാവും. ആക്ച്വലി അത് അങ്ങനെയല്ല അളിയ. നോക്ക് ധ്രുവ, അമൂല്യ ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രമാ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് സമ്മതിച്ചത്. ഞാൻ നിന്നോട് കൂടുതൽ സംസാരിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ? ഉറപ്പായിട്ടും അളിയ, നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട്. അങ്ങനെ വിളിച്ചോ. റൈറ്റ്സ് ഉണ്ടല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ നീ ഇന്ന് ഇവിടെ തന്നെ നിൽക്കണമെന്നും എവിടേക്കും പോകാനും പാടില്ല എന്ന് ഞാൻ പറയുന്നു. സോ ഇന്നത്തെ ഒരു ദിവസം ഞാൻ പറയുന്നത് നീ കേട്ടേ പറ്റൂ. നീ കൂടുതൽ ആലോചിക്കാനൊന്നും നിൽക്കണ്ട. ഇന്ന് ഇവിടെ നിൽക്കുന്നു, അത്ര തന്നെ. ശരി അളിയ. ശരി, നിക്ക്, ഞാനിപ്പോ വരാം.
നീയോ? അതും ഇവിടെ? അത് ചേട്ടാ, നിന്നോട് എന്നെ ചേട്ടാന്ന് വിളിക്കരുത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വീണ്ടും എന്നെ അങ്ങനെ വിളിക്കാൻ നോക്കണ്ട. അത് അളിയന്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ വന്നത്. ഞാൻ ഇറങ്ങാം. ഹേയ് ഹായ് വേദാന്ത്. ആക്ച്വലി ഇവനെ ഞാനാ വിളിച്ചത്. ഐ ഹോപ്പ് ഇറ്റ്സ് ഓക്കെ. Yeah, it's cool. Happy birthday. താങ്ക് യു. നിന്റെ ടെൻഷൻ ഇതായിരുന്നില്ലേ?